The following data were obtained from a field when angular surveying is carried out. Okay. അപ്പോൾ ഒരു ലൈൻ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഫോർബെയറിങ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻക്ലൂഡഡ് ആംഗിൾസ് തന്നിരിക്കുമ്പോൾ നമുക്ക് ട്രാവേഴ്സ് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഫോർബെയറിങ്സ് തന്നിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഒരു ട്രാവേഴ്സ്, ഒരു റഫായിട്ട് നമുക്ക് ട്രാവേഴ്സ് എങ്ങനെ വരും എന്നൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എ ബിയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഒരു ട്രാവേഴ്സ് വരച്ച് നോക്കാം. എയിൽ നിന്ന് ഫോർബെയറിംഗ് ഓഫ് എ ബി എന്ന് പറയുന്നത് ഇത് പോയിന്റ് എ ആണ്. അപ്പോൾ ഫോർബെയറിംഗ് ഓഫ് എ ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 60 ഡിഗ്രി 30 മിനിറ്റ്സ് ആണ്. 60 ഡിഗ്രി 30 മിനിറ്റ്സ്. 60 ഡിഗ്രി 30 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രൻ്റ്. ഈ ഒരു ആംഗിളാണ് നമുക്ക് തന്നിരിക്കുന്ന എന്താണ് 60 ഡിഗ്രി 30 സെക്കൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ബി സി ആണ്, ഇത് എ ആണ്. അപ്പോൾ നമുക്ക് എ ബി ആയി. ഓക്കെ, സോ എ ബി ആയി. ഇനി നെക്സ്റ്റ് നമുക്ക് ബി സി ആണ്. ഓക്കെ, സോ ബി സി കണ്ടുപിടിക്കാനായിട്ട് നെക്സ്റ്റ് നോക്കുക. ബി സി 122 ഡിഗ്രി 0 മിനിറ്റ്സ് ആണ് ഫോർബെയറിംഗ് വരുന്നത്. സോ 122 ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്ക് അത് സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. സോ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ നമുക്ക് ബി സി കിട്ടി. ഓക്കെ, സോ ബി സി ഈ ഒരു ആംഗിളാണ് നമുക്ക് തന്നേക്കുന്നത് 122 ഡിഗ്രീസ് 0 സെക്കൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് സി ഡി കണ്ടുപിടിക്കണം. സോ സി ഡി 46 ഡിഗ്രി ആണ്. 46 ഡിഗ്രി എന്ന് പറഞ്ഞാൽ വീണ്ടും അത് എവിടെയാണ് വരുന്നത്? ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ നമുക്ക് എന്ത് കിട്ടി? 46 ഡിഗ്രി 0 സെക്കൻഡ്സ്. സോ 46 ഡിഗ്രി 0 സെക്കൻഡ്സ്. അപ്പോൾ ഇതെന്താണ്? ദിസ് ഈസ് സി. ഇനി നമുക്ക് സി ഡി നമ്മളിപ്പോൾ സി ഡി ആയി. ദിസ് ഈസ് ഡി. സോ സി ഡി നമുക്കായി. നെക്സ്റ്റ് വൺ ഡി ഇ ആണ്. ഡി ഇ എന്ന് പറയുമ്പോൾ 205 ഡിഗ്രി 30 സെക്കൻഡ്സ് ആണ്. 205 എന്ന് പറയുമ്പോൾ അത് ഏത് ക്വാഡ്രൻ്റ് ആണ്? തേർഡ് ക്വാഡ്രൻ്റ് ആണ് അല്ലേ? തേർഡ് ക്വാഡ്രൻ്റ്. ഇവിടെ വരെ 270യും ഇത് എത്രയാണ്? 180. ബിറ്റ്വീൻ 180 ആൻഡ് 270 ആണ്. ദറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇൻ തേർഡ് ക്വാഡ്രൻ്റ് ആണ്. അപ്പോൾ തേർഡ് ക്വാഡ്രൻറ്റിൽ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും? തേർഡ് ക്വാഡ്രൻറ്റിൽ ദിസ് ഈസ് ഇ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഡി ഇ വരയ്ക്കാൻ കഴിയും. സോ ഡി ഇ നമുക്ക് തന്നേക്കുന്ന 205 ഡിഗ്രി 30 സെക്കൻഡ്സ്. 205 ഡിഗ്രി 30 സെക്കൻഡ്സ്. ഇനി നമുക്ക് എന്താണ്? ഇ എ ആണ്. സോ ദിസ് ഈസ് പോയിന്റ് ഇ. ഇ എയിൽ നമുക്ക് എന്താണ്? ഇ എയിൽ എത്രയാണ് ബെയറിംഗ് തന്നേക്കുന്നത്? ഇ എയുടെ ബെയറിങ് ഇറ്റ് ഈസ് 300 ഡിഗ്രീസ്. 300 എന്ന് പറയുമ്പോൾ അത് ഏത് ക്വാഡ്രൻ്റ് ആണ്? ഫോർത്ത് ക്വാഡ്രൻ്റ് ആണ്. സോ ഇ എ എന്താണ്? ദാറ്റ് ഈസ് 300 ഡിഗ്രി ആണ് ഇ എയുടെ ഫോർബെയറിങ്. സോ ഇ എയുടെ ഫോർബെയറിങ് എത്രയാണ്? ദിസ് ഈസ് 300 ഡിഗ്രീസ് 0 സെക്കൻഡ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കൊരു ട്രാവേഴ്സ് വരയ്ക്കാൻ കഴിയുക. അപ്പോൾ ഒരു റഫ് ട്രാവേഴ്സ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ഇൻക്ലൂഡഡ് ആംഗിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻക്ലൂഡഡ് ആംഗിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഈ ആംഗിൾസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ വരുന്ന ഇൻക്ലൂഡഡ് ആംഗിൾസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഓരോ ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇവിടെ ആവശ്യമുള്ള ഇക്വേഷൻ എന്താണ്? നമ്മളൊരു ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇറ്റ്സ് ഫോർബെയറിംഗ് ഓഫ് പ്രീവിയസ് ലൈൻ മൈനസ് ഫോർബെയറിംഗ് ഓഫ് നെക്സ്റ്റ് ലൈൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലേഷൻ നമ്മൾ ഓർത്തിരിക്കുക. Forbearing of previous line minus forbearing of next line will give you the included angle. അപ്പോൾ ആദ്യമേ നമുക്ക് ആംഗിൾ എ ഡിറ്റർമിൻ ചെയ്യാം. ഓക്കെ, ആംഗിൾ എ. അപ്പോൾ ആംഗിൾ എ ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഇക്വേഷൻ എഴുതാലോ. ആംഗിൾ എ ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, ക്ലോക്ക് വൈസ് ട്രാവേഴ്സ് ആയിട്ട് നമ്മളിത് എടുത്താൽ നമ്മൾ എങ്ങനെ ഇവിടെ നിന്ന് ഈ ക്ലോക്ക് വൈസിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫോർബെയറിംഗ് ഓഫ് പ്രീവിയസ് ലൈൻ. അപ്പോൾ നമ്മൾ എയിലാണ്, പ്രീവിയസ് ലൈൻ എന്ന് പറയുമ്പോൾ ഇവിടെ എ ആണ്. അപ്പോൾ ഫോർബെയറിംഗ് ഓഫ് പ്രീവിയസ് ലൈൻ ഇസ് എ. ഫോർബെയറിംഗ് ഓഫ് എ മൈനസ് എന്ത് വരും? ഫോർബെയറിംഗ് ഓഫ് എ ബി മൈനസ് ഫോർബെയറിംഗ് ഓഫ് എ ബി എന്ന് വരും.
ഫോർബെയറിംഗ് ഓഫ് എ മൈനസ് ഫോർബെയറിംഗ് ഓഫ് എ ബി എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ഫോർബെയറിംഗ് ഓഫ് എ എന്ത് വരും? ഫോർബെയറിംഗ് ഓഫ് എ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഫോർബെയറിംഗ് ഓഫ് എ എന്ത് വരും? ഫോർബെയറിംഗ് ഓഫ് ഇ എ ആണ് നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നേക്കുന്നത്. ഫോർബെയറിംഗ് ഓഫ് ഇ എ. ഫോർബെയറിംഗ് ഓഫ് ഇ എ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിളാണ്. പക്ഷേ നമുക്ക് വേണ്ടുന്നത് ഫോർബെയറിംഗ് ഓഫ് എ ആണ്. സോ ഫോർബെയറിംഗ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഫോർബെയറിംഗ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എയിലേക്കുള്ള ഈ ഒരു ആംഗിളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം ലൈൻ ഇ എനെ സംബന്ധിച്ചിടത്തോളം ഫോർബെയറിംഗ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഫോർബെയറിംഗ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഫോർബെയറിംഗ് ഓഫ് എ ഈസ് ഫോർബെയറിംഗ് ഓഫ് എ ഈസ് ബാക്ക് ബെയറിംഗ് ഓഫ് ഇ എ. അപ്പോൾ ബാക്ക് ബെയറിംഗ് ഓഫ് ഇ എ ആണ് ഫോർബെയറിംഗ് ഓഫ് എ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ബാക്ക് ബെയറിംഗ് ഓഫ് ഇ എ എഴുതാമല്ലോ. ബാക്ക് ബെയറിംഗ് ഓഫ് ഇ എ എന്ന് പറയുമ്പോൾ എന്ത് വരും? ബാക്ക് ബെയറിംഗ് ഓഫ് ഇ എ. ബാക്ക് ബെയറിംഗ് ഓഫ് ഇ എ എന്ന് പറയുമ്പോൾ ഫോർബെയറിംഗ് ഓഫ് ഇ എ 300 ആണ്. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി. അപ്പോൾ ഞാൻ ആ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം. ദിസ് ഈസ് നത്തിങ് ബട്ട് ഫോർബെയറിംഗ് ഓഫ് ഇ എ മൈനസ് ഫോർബെയറിംഗ് ഓഫ് ബാക്ക് ബെയറിംഗ് ഓഫ് ഇ എ മൈനസ് ഫോർബെയറിംഗ് ഓഫ് എ ബി. ഓക്കെ, ബാക്ക് ബെയറിംഗ് ഓഫ് ഇ എ മൈനസ് ഫോർബെയറിംഗ് ഓഫ് എ ബി. അപ്പോൾ ബാക്ക് ബെയറിംഗ് ഓഫ് ഇ എ എന്ത് വരും? ബാക്ക് ബെയറിംഗ് ഓഫ് ഇ എന്ന് പറയുമ്പോൾ ക്വസ്റ്റിനകത്ത് നമുക്ക് 300 ഫോർബെയറിംഗ് ഓഫ് ഇ എ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എങ്ങനെ ബാക്ക് ബെയറിംഗ് കണ്ടുപിടിക്കും? 300 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി. സോ 300 മൈനസ് 180 ഡിഗ്രി ചെയ്യുക, മൈനസ് ഫോർബെയറിംഗ് ഓഫ് എ ബി. ഫോർബെയറിംഗ് ഓഫ് എ ബി ക്വസ്റ്റിനകത്ത് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ദറ്റ് ഈസ് 60 ഡിഗ്രി 30 സെക്കൻഡ്സ്. 60 ഡിഗ്രി 30 സെക്കൻഡ്സ്. അപ്പോൾ ആൻസർ എന്ത് വരും? ആൻസർ ഈസ് ഈക്വൽ ടു 59 ഡിഗ്രി 30 സെക്കൻഡ്സ്. 59 ഡിഗ്രി 30 സെക്കൻഡ്സ് ആണ് ആംഗിൾ എ വരിക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ ആംഗിൾസും ഇവിടെ എന്ത് ചെയ്യണം? ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആംഗിൾ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ഈസ് ആംഗിൾ ബി. സോ ആംഗിൾ ബി എന്ത് വരും? ആംഗിൾ ബി എടുത്താൽ ഫിഗർ നോക്കുക. ആംഗിൾ ബി എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും? ഫോർബെയറിംഗ് ഓഫ് പ്രീവിയസ് ലൈൻ ബി എ. അതെന്താണ്? ബി എ വരും. ഫോർബെയറിംഗ് ഓഫ് ബി എ മൈനസ് നെക്സ്റ്റ് ലൈൻ എന്താണ്? ബി സി. ഫോർബെയറിംഗ് ഓഫ് ബി സി. ഓക്കെ, ഫോർബെയറിംഗ് ഓഫ് ബി സി ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് 122 ഡിഗ്രി 0 സെക്കൻഡ് 0 മിനിറ്റ്സ്. ആൻഡ് എഫ് ബി ഓഫ് ബി എ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ബി ഓഫ് ബി എ നമുക്ക് ഫോർബെയറിംഗ് ഓഫ് എ ബി ഉണ്ട്, പക്ഷേ നമുക്ക് ഫോർബെയറിംഗ് ഓഫ് ബി എ ഇല്ല. ഫോർബെയറിംഗ് ഓഫ് ബി എ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ബാക്ക് ബെയറിംഗ് ഓഫ് എ ബി തന്നെയാണ്. ഓക്കെ, ബാക്ക് ബെയറിംഗ് ഓഫ് എ ബി മൈനസ് ഫോർബെയറിംഗ് ഓഫ് ബി സി. ഓക്കെ, അപ്പോൾ ഇവിടെ ബാക്ക് ബെയറിംഗ് ഓഫ് എ ബി എന്ത് വരും? ഇവിടെ നോക്കുക, ഫോർബെയറിംഗ് ഓഫ് എ ബി 60 ഡിഗ്രി 30 സെക്കൻഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ലെസ് ദാൻ 180 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം 180 ഡിഗ്രി. ഓക്കെ, 180 ഡിഗ്രി ആഡ് ചെയ്യുക. ഓക്കെ, നമുക്കറിയാം ബാക്ക് ബെയറിംഗ് എന്ന് പറഞ്ഞാൽ ഫോർബെയറിംഗ് പ്ലസ് ഓർ മൈനസ് 180 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ എഴുതുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും? മൈനസ് ഫോർബെയറിംഗ് ഓഫ് ബി സി ആണ്. ഫോർബെയറിംഗ് ഓഫ് ബി സി 122 ഡിഗ്രി 0 സെക്കൻഡ്സ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 118 ഡിഗ്രി 30 സെക്കൻഡ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആംഗിൾ സി ആണ്. അപ്പോൾ ആംഗിൾ സി നമുക്ക് ഈസി ആയിട്ട് എഴുതാമല്ലോ. ആംഗിൾ സി എന്ന് പറയുമ്പോഴത്തേക്ക് ആംഗിൾ സിയിൽ ഫോർബെയറിംഗ് ഓഫ് പ്രീവിയസ് ലൈൻ ഈസ് സി ബി. ഫോർബെയറിംഗ് ഓഫ് സി ബി മൈനസ് ഫോർബെയറിംഗ് ഓഫ് സി ഡി. ഓക്കെ, സോ ഫോർബെയറിംഗ് ഓഫ് സി ബി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ബി സി ആണുള്ളത്. സോ ഫോർബെയറിംഗ് ഓഫ് സി ബി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബാക്ക് ബെയറിംഗ് ഓഫ് ബി സി. ബാക്ക് ബെയറിംഗ് ഓഫ് ബി സി മൈനസ് ഫോർബെയറിംഗ് ഓഫ് സി ഡി. സോ ബാക്ക് ബെയറിംഗ് ഓഫ് ബി സി എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ക് ബെയറിംഗ് ഓഫ് ബി സി. അപ്പോൾ ഇവിടെ ഫോർബെയറിംഗ് ഓഫ് ബി സി 122 ഡിഗ്രീസ് ആണ്. സോ ബാക്ക് ബെയറിംഗ് എന്ത് വരും? ലെസ് ദാൻ 180 ഡിഗ്രി ആണ്. അപ്പോൾ 122 ഡിഗ്രീസ് 0 സെക്കൻഡ്സ് പ്ലസ് 180 മൈനസ് ഫോർബെയറിംഗ് ഓഫ് സി ഡി. ഫോർബെയറിംഗ് ഓഫ് സി ഡി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 46 ഡിഗ്രി 0 സെക്കൻഡ്സ്.
So this will be equal to 256 degree 0 seconds. Okay, അപ്പോൾ ആംഗിൾ സിയുമായി. ഇനി നെക്സ്റ്റ് നമുക്ക് ആംഗിൾ ഡിയും അതുപോലെ തന്നെ ആംഗിൾ ഇയും ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ ആംഗിൾ ഡി എന്ത് വരും? ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു, ആംഗിൾ ഡി എന്ന് പറയുമ്പോൾ ഫോർബെയറിംഗ് ഓഫ് ഡി സി മൈനസ് ഫോർബെയറിംഗ് ഓഫ് സി ഡി ഇ. ഓക്കെ, ഡി ഇ. അപ്പോൾ ഇതിനകത്ത് ഫോർബെയറിംഗ് ഓഫ് സി ഡി നമുക്ക് എങ്ങനെ എഴുതാം? ഫോർബെയറിംഗ് ഓഫ് സി ഡി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ബാക്ക് ബെയറിംഗ് ഓഫ്, ഫോർബെയറിംഗ് ഓഫ് ഡി സി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബാക്ക് ബെയറിംഗ് ഓഫ് സി ഡി മൈനസ് ഫോർബെയറിംഗ് ഓഫ് ഡി ഇ. ഓക്കെ, ബാക്ക് ബെയറിംഗ് ഓഫ് സി ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? സി ഡിയുടെ ഫോർബെയറിംഗ് നമുക്ക് 46 എന്നറിയാം. അപ്പോൾ അതിൽ നിന്നും ബാക്ക് ബെയറിംഗ് കിട്ടാൻ എന്ത് ചെയ്യണം? It is less than 180 degree, so add 180 degree. So 46 degree 0 seconds plus 180 degree minus forbearing of DE. Forbearing of DE എന്ന് പറഞ്ഞാൽ എന്താണ്? That is 205 degrees 30 seconds. 205 degrees 30 seconds ആണ് എന്ത് പറയുന്നത്? Forbearing of DE എന്ന് പറയുന്നത്. So this is equal to 20 degree 30 seconds. 20 degree 30 seconds ആണ് വരുന്നത്. ഇനി ഒരു ആംഗിൾ കൂടി ഉണ്ട് നമുക്ക്, ദാറ്റ് ഈസ് ആംഗിൾ ഇ ആണ്. അപ്പോൾ ആംഗിൾ ഇ എങ്ങനെ കണ്ടുപിടിക്കും? ആംഗിൾ ഇ. സോ ആംഗിൾ ഇ ഈസ് ഈക്വൽ ടു എന്താ വരും? ആംഗിൾ ഇ എന്ന് പറയുമ്പോൾ ഫോർബെയറിംഗ് ഓഫ് പ്രീവിയസ് ലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? നമ്മൾ ഈ ഒരു ഡയറക്ഷനിലാണ് വരുന്നത്. സോ ദാറ്റ് ഈസ് ഇ ഡി ആണ് വരുന്നത്. ഫോർബെയറിംഗ് ഓഫ് ഇ ഡി minus forbearing of EA. So forbearing of ED എന്ന് പറഞ്ഞാൽ it is nothing but back bearing of DE minus forbearing of EA. So back bearing of DE എന്ന് പറയുമ്പോൾ എന്ത് വരും? back bearing of DE. Forbearing of DE 205 എന്ന് നമുക്കുണ്ട്. 205 degree 30 seconds. അതിൽ നിന്ന് back bearing കിട്ടാൻ it is greater than 180 degree. So subtract 180 degrees minus forbearing of EA. Forbearing of EA is 300 degree. അപ്പോൾ ഇത് നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നോക്കുക, ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടാൻ പോകുന്നത്. കാരണം 205 degrees 30 seconds minus 180 minus 300 degrees. ഓക്കെ, അപ്പോൾ ഇതെന്താണ് വരുന്നത്? ഇതൊരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? യു ഹാവ് ടു ആഡ് 360 degrees. ഓക്കെ, ആഡ് 360 degrees. അപ്പോൾ ഇത് ചെയ്താൽ യു ബി ഗെറ്റിംഗ് 85 degree 30 seconds. ഇതാണ് എന്ത് വരുന്നത്? ആംഗിൾ ഇ വരാം. ഓക്കെ, അപ്പോൾ ഇത്രയും നോക്കി വയ്ക്കുക. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ഇവിടെ നമ്മൾ ആംഗിൾ ഇൻക്ലൂഡഡ് ആംഗിൾസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ട കൺസെപ്റ്റ്സ് ഇത്ര മാത്രം. ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഫോർബെയറിംഗ് ഓഫ് പ്രീവിയസ് ലൈൻ മൈനസ് ഫോർബെയറിംഗ് ഓഫ് നെക്സ്റ്റ് ലൈൻ. അതുപോലെ തന്നെ ബാക്ക് ബെയറിംഗ് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യുന്നത്? ഫോർബെയറിംഗ് പ്ലസ് ഓ മൈനസ് 180 ഡിഗ്രി. പ്ലസ് 180 എടുക്കുന്ന എപ്പോഴാണ്? ഇഫ് ഫോർബെയറിംഗ് ഇസ് ലെസ് ദാൻ 180 degree. If forbearing is greater than 180 degrees, then subtract 180 from the forbearing to get back bearing. ഓക്കെ, അപ്പോൾ ഇത്രയും കൺസെപ്റ്റ് അറിയാമെങ്കിൽ ഈസി ആയിട്ട് ഇത് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ വേഗം ഒന്ന് സമ്മറൈസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എല്ലാ ലൈൻസിൻ്റെയും ഫോർബെയറിംഗ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇൻക്ലൂഡഡ് ആംഗിൾസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബെയറിംഗ് തന്നേക്കുന്നതുകൊണ്ട് തന്നെ ഒരു റഫ് സ്കെച്ച് വരയ്ക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് നോക്കുക, 60 degree 30 seconds അത് ഏത് ക്വാഡ്രൻ്റാണ്? അപ്പോൾ അത് നമുക്ക് ആദ്യമേ നമ്മൾ ബെയറിംഗ് മെഷർ ചെയ്യാനായിട്ട് ആ ഡയറക്ഷൻസ് മാർക്ക് ചെയ്യുക. ദെൻ ഏത് ക്വാഡ്രൻ്റാണ്? ഇതിപ്പോൾ 60 degree ആകുമ്പോൾ നമുക്കറിയാം അതെന്താണ്, ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ്. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് എല്ലാ ലൈൻസും പ്ലോട്ട് ചെയ്യാൻ പറ്റും. എ ബി ബി സി വരുമ്പോഴത്തേക്ക് 122 degree. ദാറ്റ് മീൻസ് അത് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യണം. ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ നിന്നാണ് ബി സി സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ 46 degree ഫോർ സി ഡി. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫ്രം ദ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. അപ്പോൾ സി ഡി നോക്കിയാൽ നമുക്കറിയാം ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഡി ഇ ആണ്. That is 205 degree 30 seconds. That means അത്
തേർഡ് ക്വാഡ്രൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, DE എന്ന് പറയുന്നത്. അതുപോലെ E എന്ന് പറയുമ്പോൾ 300 ഡിഗ്രി 0 മിനിറ്റ്സ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദ ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വാഡ്രൻറ്റ് ആദ്യം ഡിറ്റർമിൻ ചെയ്യാം. റഫ് ഫിഗർ വരയ്ക്കുക. അതിനുശേഷം ഓരോ ആംഗിൾ AB കണ്ടുപിടിക്കുക. ആംഗിൾ A കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് അസ്യൂം ചെയ്യുക ഏതെങ്കിലും ഒരു ഡയറക്ഷനിലാണ് നമ്മൾ ട്രാവേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ട്രാവേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് എയിൽ നിന്ന് നമുക്ക് ABCD അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ദാറ്റ് മീൻസ് നമുക്കിപ്പോൾ ഒരു ആംഗിൾ A കണ്ടുപിടിക്കണമെങ്കിൽ പ്രീവിയസ് ലൈനിൻ്റെ ഫോർ ബെയറിംഗ് മൈനസ് നെക്സ്റ്റ് ലൈനിൻ്റെ ഫോർ ബെയറിംഗ് ആണ്. അപ്പോൾ പ്രീവിയസ് ലൈനിൻ്റെ ഫോർ ബെയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ദ ഫോർ ബെയറിംഗ് ഓഫ് AE മൈനസ് ഫോർ ബെയറിംഗ് ഓഫ് AB ആണ്. ഇനി ഫോർ ബെയറിംഗ് ഓഫ് AE നമുക്ക് വെസ്റ്റിനകത്ത് ഫോർ ബെയറിംഗ് ഓഫ് AE ഇല്ല, പക്ഷെ നമുക്ക് ഫോർ ബെയറിംഗ് ഓഫ് EA ഉണ്ട്. അപ്പോൾ ഫോർ ബെയറിംഗ് ഓഫ് EAയിൽ നിന്ന് നമുക്ക് ബാക്ക് ബെയറിംഗ് ഓഫ് EA കണ്ടുപിടിക്കാം. ആ ബാക്ക് ബെയറിംഗ് ഓഫ് EA തന്നെയാണ് അവിടെ എന്തെന്ന് പറയുന്നത്, ഫോർ ബെയറിംഗ് ഓഫ് AE എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ആംഗിൾ A. അതേപോലെ തന്നെയാണ് നമ്മൾ ആംഗിൾ Bയും ആംഗിൾ Cയും. ഇവിടെ ഓർത്തിരിക്കേണ്ട കൺസെപ്റ്റ്സ് ഇത്ര മാത്രം. നമ്മൾ എങ്ങനെ ബാക്ക് ബെയറിംഗ് കണ്ടുപിടിക്കും, എങ്ങനെ ആംഗിൾ കണ്ടുപിടിക്കും, എങ്ങനെ ഫോർ ബെയറിംഗിൽ നിന്ന് ബാക്ക് ബെയറിംഗ്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ്സ് എല്ലാം ഇവിടെ അറിയാമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, നമുക്ക് ആംഗിൾസ് തന്നേക്കും. ഒരു ലൈനിൻ്റെ ബെയറിംഗ് തന്നിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ബാക്കിയുള്ള ബെയറിങ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റിനോട് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ ഓർ KTUവിൻ്റെ അണ്ടറിൽ B.Tech പഠിക്കുന്നവർക്കായി ഏറ്റവും പുതിയൊരു ആപ്ലിക്കേഷൻ B.Tech Tutor എന്ന ആപ്ലിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. B.Tech ഓഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള, അതായത് S1, S3, S5, S7ലേക്കുള്ള പേപ്പേഴ്സ് പാസ്സാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ കോച്ചിങ് ക്ലാസ്സസ് ആണ് ഞങ്ങളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അറൗണ്ട് 10 to 15 അവേഴ്സിൻ്റെ ക്ലാസ്സസ് കൊണ്ട് നിങ്ങളുടെ, അതായത് B.Techൻ്റെ ഓരോ പേപ്പേഴ്സും അനായാസേന പാസ്സാകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഞങ്ങളുടെ NIT, IIT ഫാക്കൽറ്റീസിൻ്റെ സഹായത്തോടു കൂടി ഓരോ സബ്ജക്ട്സിലും വളരെയധികം ഗുഡ് നോളജും അതോടൊപ്പം തന്നെ ഓരോ സബ്ജക്ട്സും വളരെ എളുപ്പം പാസ്സാകുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഞങ്ങളുടെ ക്ലാസ്സസിലൂടെ ഓരോ മൊഡ്യൂൾസിൻ്റെയും പഠനാവസാനത്തിൽ അതാത് മൊഡ്യൂളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള KTU പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞങ്ങൾ സോൾവ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പുകൾ ആക്ടിവേറ്റഡ് ആണ്. അതിലൂടെ നിങ്ങൾക്ക് ഫാക്കൽറ്റീസിൻ്റെ ഡയറക്റ്റ് ഹെൽപ്സും ലഭിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ പ്ലാറ്റ്ഫോം B.Tech Tutor എന്ന ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനിലൂടെയാണ് നിങ്ങൾക്ക് ക്ലാസ്സസ് ലഭ്യമാകുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ഈ ആപ്പിലേക്ക് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഓരോ സെമസ്റ്ററുകളുടെയും പേപ്പറുകൾ നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കും. ഇതിൽ ഓരോ പേപ്പേഴ്സും വെറും 300 രൂപ എന്ന നിരക്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. A trusted hand for all KTU students. B.Tech Tutor. B.Tech Tutor app നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. For more updates and exam related notification, please like our FB page and subscribe our YouTube channel. Your feedback and suggestions are valuable for us. Thank you.